അസ്സലാമലൈക്കും. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം ഇർപ്പു ഫാൾസ് ലക്ഷ്യമാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇർപ്പു ഫാൾസ് എന്ന് വെച്ചാൽ മടിക്കേരി പോയിട്ട് മടിക്കേരിയിൽ നിന്ന് ഒരു 75 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വയനാട് തോൽപ്പെട്ടി വന്യജീവിയോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബോർഡർ പ്രദേശം കൂടിയാണ്. അപ്പോൾ മടിക്കേരി വയനാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇർപ്പു ഫാൾസ്. 170 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം താലോട്ട് പഠിക്കുന്നത്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. തട്ടുകളായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ. ഇവിടെ എത്തപ്പെടാൻ ഒരുപാട് കാട്ടിനകത്തുകൂടി നടന്ന് ട്രക്ക് ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ. പ്രായമുള്ളവർക്കൊക്കെ വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇവിടെ വന്നാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യേണ്ട അതിമനോഹരമായ കാഴ്ചകൾ. കണ്ണിന് ഒരുപാട് കുളിർമയും മനസ്സിന് ഒരുപാട് സന്തോഷവും അതിലുപരി നല്ല കാറ്റും അതിനോടൊപ്പം തന്നെ നല്ല ഹിമപാതം എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞിൻ്റെ കണങ്ങൾ നമ്മളുടെ മുഖത്തേക്ക് വീശിയടിക്കുന്ന കാറ്റാണ്. അത് വല്ലാത്തൊരു അനുഭൂതി കൂടിയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയ ഇവിടെ ചുറ്റും ഒട്ടായിട്ട് നിത്യഹരിതവനം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ മുഴുവനും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 360 ദിവസം വെള്ളം നിബിഡമായ വനത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പൂർത്തിയായിട്ടും വർഷം മൊത്തം വെള്ളം ഉള്ളൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇർപ്പു ഫാൾസ്. ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ നിന്ന് വെറും 10 കിലോമീറ്റർ പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് വെറും 25 കിലോമീറ്റർ ദൂരെയാണ് നമ്മളുടെ നാഗർഹോള റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് ഇർപ്പു ഫാൾസ്.